നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം. മലയാളത്തിൽ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതട്ടെ. ഏതൊക്കെയായിരുന്നു? റ. വെരി ഗുഡ്. ഇതല്ലേ റ? ഓക്കെ. റ വെച്ചിട്ട് എന്ത് പഠിച്ചു? പറ. വെരി ഗുഡ്. പിന്നെ ഏത് അക്ഷരം പഠിച്ചു? ഞ. എങ്ങനെ എഴുതാ? റ എന്ന് എഴുതാ, ചേർത്തിട്ട് വേറൊരു റ കൂടി എഴുതിയാൽ എന്തായി? ഞ. ഞാൻ വെച്ചിട്ട് എന്ത് പഠിച്ചു? നഗ. നഗ. ഓക്കെ. പിന്നെ ഏതക്ഷരം പഠിച്ചു? ഏതക്ഷരം പഠിച്ചു? ര. ര. ര വെച്ചിട്ട് എന്താ പഠിച്ചത്? പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിക്കുന്ന ഒരു വാഹനം ഉണ്ടല്ലോ. എന്താണ്? രഥം. വെരി ഗുഡ്. പിന്നെ ഏതക്ഷരം പഠിച്ചു? ഇത് ഏതാണ് അക്ഷരം? ഏതാണ്? ത. വെരി ഗുഡ്. ഏതാണ്? ത. വെച്ചിട്ട് എന്ത് പഠിച്ചു? മുടി വളരുന്ന ഭാഗം തല. വെരി ഗുഡ്. പിന്നെ ഏത് അക്ഷരം പഠിച്ചു? ത കഴിഞ്ഞിട്ട് ഏതാ പഠിച്ചത്? വെരി ഗുഡ്. പ. പ. പ വെച്ചിട്ട് എന്ത് പഠിച്ചു? നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താ? പന്ത്. വെരി ഗുഡ്. പ. പന്ത്. ഓക്കെ. പ കഴിഞ്ഞിട്ട് നമ്മൾ ഏത് അക്ഷരം പഠിച്ചു? വ. വ എങ്ങനെ എഴുതാ? ഒരു വലിയ റ, ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഇത് വരച്ചാൽ എന്തായി? വ. എന്ത് പഠിച്ചു? മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താ? വല. വെരി ഗുഡ്. പിന്നെ നമ്മൾ ഏതക്ഷരം പഠിച്ചു? ല. വെരി ഗുഡ്. ഏതാണ് പഠിച്ചത്? ല. ല എങ്ങനെ എഴുതാം? സ്ലീപ്പിംഗ് ലൈൻ, ഡൗൺ കർവ്, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, മുകളിലോട്ട് ഒരു വര വരച്ചാൽ എന്തായി? ല. ല വെച്ചിട്ട് എന്ത് പഠിച്ചു? പെൺകുട്ടികൾ കഴുത്തിൽ ധരിക്കുന്ന ഒരു ആഭരണം എന്താണ്? മാല. വെരി ഗുഡ്. ല. മാല. ഓക്കെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ. മ. ഒന്ന് പറഞ്ഞേ. മ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. മ. ഓക്കെ. മ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഞാൻ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. ഇവിടെ നോക്കിക്കേ. നമ്മൾ റ എന്ന് എഴുതൂലേ? റ അങ്ങനെ എഴുതൂലേ? റ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ടൊരു ഇവിടുന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ, മുകളിലോട്ട് ഒരു വര വരച്ചാൽ എന്തായി? മ. എങ്ങനെ എഴുതാ? നമ്മൾ റ എഴുതൂലേ? റ റ റ നമ്മൾ ഇങ്ങനെ എഴുതൂലേ? അത് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടേക്ക് മുട്ടിക്കുക. എന്നിട്ടൊരു ഇവിടുന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലേക്ക് കണ്ടോ ഇത് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ എന്തായി? മ. മ എഴുതാൻ എളുപ്പല്ലേ? എങ്ങനെ എഴുതാ? നമ്മൾ റ എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് മുട്ടിക്കുക. അങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ നേരെ മുകളിലേക്ക് ഒരു വര വരച്ചാൽ എന്തായി? എന്തായി? മ. ഒന്ന് പറഞ്ഞേ. മ. ഓക്കെ. മ എങ്ങനെ എഴുതാ? നമ്മള് റ എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ മുട്ടിക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര വരച്ചിട്ട് ഇവിടെ മുട്ടിക്കുക. അപ്പൊ എന്തായി? മ. ഏതക്ഷരം? മ. മ എങ്ങനെ എഴുതാ? നമ്മൾ റ എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുട്ടിക്കുക, എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഇത് മുകളിലോട്ട് മുട്ടിച്ചാൽ എന്തായി? മ. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. നമ്മൾ റ എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരാം, കണ്ടത് ഇവിടെ മുട്ടിക്കാം, എന്നിട്ടൊരു സ്ലീപ്പിംഗ് ലൈൻ, ഇത് മുകളിലോട്ട് ഇങ്ങനെ യോജിപ്പിക്കും. എന്തായി? മ. നിങ്ങൾക്ക് സ്ലേറ്റ് എടുത്തിട്ട് അതിൽ മ എന്ന അക്ഷരം എഴുതിക്കൂടെ? ഓക്കെ. ഇനി നമുക്ക് മ വെച്ചിട്ടൊരു വാക്ക് പഠിക്കാനുണ്ട്. അത് എഴുതാൻ നോക്കിയാലോ? ഓക്കെ. നൃത്തം ചെയ്യുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യുന്ന ഒരു പക്ഷി ഏതാണ്? ഞാൻ ചിത്രം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആരാണ്? മയിൽ. വെരി ഗുഡ്. ഇതാരാണ്? മയിൽ. ഒന്ന് പറഞ്ഞേ. മയിൽ. നിങ്ങൾ മയിലിനെ കണ്ടിട്ടുണ്ടോ? എത്ര പേര് മയിലിനെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ മയിലിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതെന്താണ്? മയിൽ. മയിൽ. ഒന്ന് പറഞ്ഞേ. മയിൽ. മയിൽ. ഓക്കെ. മ വെച്ചിട്ട് എന്ത് പഠിച്ചു? മയിൽ. മയിൽ. ഓക്കെ. ഇനി ഞാന് മ വരുന്ന കുറച്ച് വാക്കുകൾ ബോർഡിൽ എഴുതാൻ പോവാണ്. അതില് മ എന്ന അക്ഷരം ഏതാ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയണം. ഞാൻ എഴുതാൻ പോവാണേ. മരം. മഞ്ഞ്.
ഓക്കെ. മരം, മഞ്ഞ്, മഴ. ഓക്കെ. ഇനി നിങ്ങൾ മ എന്ന അക്ഷരം ഏതാന്ന് പറയണം. ഫസ്റ്റ് വൺ മരം. മരം. ഇതിൽ മ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? ഏതാണ്? വെരി ഗുഡ്. ഈ ഫസ്റ്റത്തെ അക്ഷരം ഏതാണ്? മ. മരം. ഓക്കെ. അടുത്ത എന്താ? മഞ്ഞ്. ഇതിൽ മ എന്ന അക്ഷരം ഏതാ? വെരി ഗുഡ്. ഇതാണ് മ എന്ന അക്ഷരം. ഓക്കെ. ലാസ്റ്റ് വൺ മഴ. മഴ. ഇതിൽ മ എന്ന അക്ഷരം ഉണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്. ഇതാണ് മ. ഓക്കെ. അപ്പോ മരം, മഞ്ഞ്, മഴ, ഇതിന്റെയൊക്കെ ഫസ്റ്റത്തെ അക്ഷരം ഏതാണ്? മ. ഏതാണ്? മ. ഓക്കെ. ഇനി ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ഞാനൊരു പാട്ട് പാടി തരട്ടെ. ഓക്കെ. മഞ്ഞും മഴയും വരവായി, മയിലിനു ദേഹം കുളിരായി, പീലികൾ നിറയെ നനവായി, മരത്തിന്മേലെ ഇരിപ്പായി. നമുക്ക് ഒന്നുകൂടെ പാടി നോക്കിയാലോ. മഞ്ഞും മഴയും വരവായി, മയിലിനു ദേഹം കുളിരായി, പീലികൾ നിറയെ നനവായി, മരത്തിന്മേലെ ഇരിപ്പായി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പാടി നോക്കിയാലോ. മഞ്ഞും മഴയും വരവായി, മയിലിനു ദേഹം കുളിരായി, പീലികൾ നിറയെ നനവായി, മരത്തിന്മേലെ ഇരിപ്പായി. ഓക്കെ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിലെ പേജ് നമ്പർ 69. ഓക്കെ. ഇവിടെ ഏത് അക്ഷരം കൊടുത്തിട്ടുണ്ട്? മ. ഏതക്ഷരം? മ. മ. ഓക്കെ. മ വെച്ചിട്ട് എന്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? നൃത്തം ചെയ്യുന്ന പക്ഷി ആരാണ്? മയിൽ. മയിൽ. മ. മയിൽ. ഓക്കെ. ഇവിടെ ഒരു വലിയ മ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കളർ ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ താഴെ മ എന്ന അക്ഷരം എഴുതാന് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതില് മ എന്ന അക്ഷരം നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതുക? മ എന്ന അക്ഷരം എങ്ങനെ എഴുതുക? നമ്മള് റാ എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുട്ടിക്കാം. എന്നിട്ടൊരു സ്ലീപ്പിംഗ് ലൈൻ മുകളിലോട്ട് ഇങ്ങനെ വരച്ചാൽ എന്തായി? മ. നിങ്ങൾക്ക് ഇനി അതുപോലെ ഇവിടെ ഒന്ന് എഴുതിക്കൂടെ? ഓക്കെ. ആദ്യം സ്ലേറ്റിലെ മ എന്ന അക്ഷരം എഴുതി പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ. പിന്നെ ഇവിടെ താഴെ നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയല്ലോ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ. മഞ്ഞും മഴയും വരവായി, മയിലിനു ദേഹം കുളിരായി, പീലികൾ നിറയെ നനവായി, മരത്തിന്മേലെ ഇരിപ്പായി. ഓക്കെ. ഇനി നിങ്ങൾ സ്ലേറ്റ് എടുത്തിട്ട് മ എന്ന അക്ഷരം എഴുതി പഠിച്ചോളൂ. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.